ശ്രീകുമാർ നേരത്തെ ബി.ജെ.പി. പ്രതിനിധി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത്. അതിൽ സഭയിൽ തന്നെ നടന്നിരിക്കുന്ന നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2636 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേസുകളിലാകെ 25,408 പേർ പ്രതികളായിട്ടുണ്ട്. അതിനുശേഷം ഈ കേസുകൾ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. അതിനുശേഷം ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുന്നതിന് 2021 ഒരു പൊതു ഉത്തരവിട്ടിരുന്നു. അതുപ്രകാരം ആകെ പിൻവലിച്ചിരിക്കുന്നത് 41 കേസുകളാണ്. ഇത്രയധികം കേസുകളിൽ 41 കേസുകൾ മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ സർക്കാർ ഒരു മറുപടി നൽകേണ്ടതല്ലേ? നോക്കൂ, ഇതിൽ രണ്ട് കൂട്ടരും മറുപടി നൽകണം. ഒന്ന്, ഗവൺമെൻറ് നൽകേണ്ട മറുപടി എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് നടത്തിയൊരു പരിപാടിയാണ്. BJP അതിലവർ പരാജയപ്പെടുമ്പോൾ അത് മൊത്തം ഗവൺമെൻറ് പരാജയമാണ്. BJP ആണെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ ഒരു സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിയൊരു പരിപാടിയാണ്. അതിൽ രണ്ടിലൊരു ചെറിയ രണ്ട് കൂട്ടരും പറയേണ്ട ഒരു കാര്യം, ഒന്ന് ഗവൺമെൻറ് കാര്യത്തിൽ ഇത് പ്രതിപക്ഷം ഉന്നയിച്ചതാണ്, മാത്രമല്ല NSS ഉന്നയിച്ചതാണ്. ഒരുപക്ഷെ NSS നാളെ ഇവരോട് ചോദിക്കും ഈ കേസിൻ്റെ കാര്യം എന്തായെന്ന്. ഈ കേസ് ഇവരെ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കേസിൽ ഇവരെപ്പോഴും പറയുന്നത് പിൻവലിച്ചു ഇനി ക്രിമിനൽ കേസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇത് ഏത് കേസാണെങ്കിലും ശരി, കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഇവിടെ കേസുണ്ട്. ആ കേസൊന്നും പിൻവലിച്ചിട്ടില്ല. അത് പിൻവലിക്കാത്തതും അതുപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ അവരുടെ UDF കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി രണ്ടാമത് കൊടുത്തിട്ട് അതിൽ ഒരു മാറ്റം വരുത്താത്തതൊക്കെ ഒരു ഉത്തരം പറയേണ്ടി വരും. പക്ഷേ ഉത്തരം പറയാം എന്ന് പറഞ്ഞിട്ടാണ് സംഗമം നടത്തിയെന്നാണ് കേൾക്കുന്നത്. അപ്പം നാളെ NSS ചോദ്യം ചോദിച്ചേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് സ്മൃതി, ഒരു പാർട്ടിക്ക് ദഹിക്കുന്ന വിഷയങ്ങൾ മാത്രമേ ഭരണം കിട്ടാനാണെങ്കിലും എടുക്കാൻ കഴിയുള്ളൂ. ദഹിക്കാത്ത വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുക. അതാണ് CPM പറ്റിയത്. പിന്നെ സംഘപരിവാർ അവർ പറഞ്ഞ എന്താണ്, യോഗി ആദിത്യനാഥ് എന്തായാലും കേരള ഗവൺമെൻറ് നടത്തിയ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചല്ലോ. ഇവരുടെ പരിപാടിക്ക് ആശംസ അറിയിച്ചോളൂ എനിക്കറിയില്ല കേട്ടോ, കേട്ടില്ല. ഇവർ പറഞ്ഞത് അമിത്ഷായെ കൊണ്ടുവരാൻ, അങ്ങനെ ഒരുപാട് ഉയർന്ന BJP നേതാക്കളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അത് കൊണ്ടുവന്നിട്ടില്ല. കാരണം വെച്ചാൽ അമിത്ഷാ വന്നിട്ടില്ല, നമുക്കറിയാം. പക്ഷേ ഇവർ രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് ഇവർക്ക് വേണമെങ്കിൽ അത് പിടിച്ചു നിൽക്കാം. പക്ഷേ ഗവൺമെൻറ്റിന് പരാജയം വേറെയുണ്ട്. ഇതിപ്പോൾ ഗവൺമെൻറ് ഒന്ന് മാറി മറിക്കും. കാരണം അവരിപ്പോൾ വേറെ ഒരു സദസ്സ് നടത്താൻ പോവാണ്. ആ സദസ്സിലൂടെ അവർ മുന്നോട്ട് പോകും. പക്ഷേ BJP ഒരു ഗവൺമെൻറ്റിൻ്റെ പരിപാടി CPM നടത്തിയത് കേൾക്കുമ്പോൾ എടുത്തുചാടി വേറൊരു പരിപാടി നടത്തുമ്പോൾ അവർ ആലോചിക്കേണ്ടത് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഭക്തരുടെ ഒരു കാര്യമാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഭരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭക്തരെക്കുറിച്ച് ആദ്യം ചിന്തിച്ചാൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.